ഇവൻ കടത്തിക്കൊണ്ടു വന്നു. ഇവനെ കൊല്ലം കപ്പിയാരല്ലേ പാമ്പിട്ട നിപ്പ് കണ്ടില്ലേ? ഇതിനൊരു സമാധാനം കഴിയില്ലെങ്കിൽ ഇവനെ ഇന്ന് ഞങ്ങൾ തീർക്കും. കുടുംബക്കാരൻ നാട്ടിലിറങ്ങിയാണ് കപ്പിയാർ മോനെ. നീ ആരെങ്കിലും ഒരുത്തൻ ഇവന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് തുള്ളി ഇട്ടാ കൈ കൊണ്ടൊരുത്തനും കുമരം കഴിഞ്ഞ ഞങ്ങളുടെ പെണ്ണിന് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക്. എന്നിട്ട് നീയൊക്കെ കൂടെ ഞങ്ങളുടെ വെളിയിൽ കയറുന്നോടാ. ആരാണോ തന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്? അവൾ ഇവന്റോട് ഇറങ്ങിപ്പോയതാ. അവര് നമ്മൾ ഇഷ്ടത്തിലാണ്. നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ട് താൻ അവളെ വേറൊരുത്തനോട് കെട്ടിച്ചയക്കാൻ നോക്കിയില്ലടോ. ഇവിടെ മറ്റവനെ പിള്ളേര് നമ്മൾ ഇഷ്ടമാണെങ്കിൽ താൻ അവരെ കെട്ടിച്ചയച്ചു കൊടുക്കണോ മാപ്പിളെ? എനിക്ക് ആണായിട്ട് പെണ്ണായിട്ട് ഇങ്ങോട്ട് മാറി ഇവിടെ ഒരുത്തിയേ ഉള്ളൂ. മനസ്സിലായോ? അതെ, ഈ പള്ളിയിലെ കപ്പിയാര് പണിക്ക് എന്നാ തൊലി കിട്ടുമെന്നുള്ളത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കിടപ്പാട വരെ പ്രണയത്തിലാ. പ്രേമിക്കാതെ നടക്കണ ഒരു കപ്പിയാര്. നിർത്താൻ. ഇവനെ കപ്പ്യാര് പണി മാത്രല്ല, നല്ലൊരു കലാകാരനും കൂടിയാ. എന്റെ എസ്തപ്പന്റെ പോലടാ കലാകാരൻ. ഈ കുമരകരയിൽ എന്തെങ്കിലും വിലയുണ്ടവന്? കാലണ എടുക്കാനുണ്ടോ ഈ നാരിയുടെ കയ്യില്? ഇവന്റെ ഉദ്ദേശം വേറെയാ. എന്റെ മോളെ കെട്ടിക്കഴിഞ്ഞാലേ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാതെ തിന്നാം. അല്ലേലും കുമരകരയിൽ കുറെ പേര് ഇവിടെ കണമുഴുകാൻ തുടങ്ങിയിട്ട് നാളെ പറയായി. തട്ടുമ്പോളിലിരുന്ന് വായി നോക്കാനും കവലയിലിരുന്ന് വിസിലടിക്കാനും അല്ലാതെ ഇതിലൊരൊറ്റ എണ്ണത്തിന് മര്യാദക്ക് ഊതാൻ അറിയാവോ? ഒരു ലൂയി പാപ്പനും കുറെ ഉണ്ണാക്കന്മാരും. കണ്ട കള്ളുഷാപ്പിനും തോട്ടുപക്കത്തുനിന്ന് ആരും കാണാതെ വായിക്കുന്നതല്ലാതെ കുമരങ്കരിയിൽ ആരെങ്കിലും ഈ പറഞ്ഞ എസ്തപ്പാന്റെ മോൻ കലാകാരനടക്കം മുന്നിൽ കയറി വായിക്കുവോ? തട്ടിക്കയറിയാലേ മൂത്രം പോവും, മൂത്രം. എന്നാ കേട്ടോ, ഈ വരുന്ന ന്യൂ ഇയറിന് ഗീവർ ഈസ് ബാൻഡ് വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിലേ ഈ സോളവനായിരിക്കൂടാ. കഴിഞ്ഞ 17 കൊല്ലമായി തട്ടിന്റെ പരിസരത്ത് പോലും വരാത്ത നിങ്ങളെ ബാൻഡ് കയറി വായിക്കുവോ? വായിക്കും. എന്നിട്ട് കപ്പടിക്കുവോ? കപ്പടിക്കുന്നു പറ. അടിക്കും. ഞാൻ വായിക്കുന്ന ക്ലാരറ്റിന് ജീവനുണ്ടെങ്കിൽ, ഈ പള്ളിയിലിരിക്കുന്ന പുണ്യാളൻ സത്യാണെങ്കിൽ ഞങ്ങള് തട്ടേ കയറി വായിക്കും. കപ്പടിക്കൂടാ. അതേ പുണ്യാളുടെ മുമ്പിൽ കൊണ്ട് വെക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കപ്പടിച്ച കഴിഞ്ഞ 8 വർഷമായിട്ട് മാർത്താമറിയം ബാൻഡ് ഈ കരയെന്ന് കൊണ്ടുപോയ പൈസ മുഴുവൻ ഞങ്ങൾ ഈ ചെറുക്കന്റെ പോക്കറ്റിലിട്ട് കൊടുക്കും. അല്ലേ കോൺട്രാക്ടറെ? ഞങ്ങളുടെ വീട്ടിൽ കെട്ടുറപ്പിച്ച ഈ ശോശനെ ഈ നിൽക്കുന്ന സോളമന് കെട്ടിച്ചു കൊടുക്കും. പറ കോൺട്രാക്ടറെ കെട്ടിച്ചു കൊടുക്കുന്നു. കെട്ടിച്ചു കൊടുക്കും. മറിച്ചാണെങ്കിലോ? പറ പാപ്പാ. ഗീവർ ഈസ് ബാൻഡ് ഇനി ഒരിക്കലും വായിക്കത്തില്ല. ശോശനെ സോളമന് വിധിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും. ഈ പറഞ്ഞതിലൊന്നും വികാരിയായ എനിക്കോ ഈ പള്ളിക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അച്ഛനോട് ആരും പറഞ്ഞില്ലല്ലോ. ഉത്തരവാദിത്വമില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു ബാൻഡിന് വേണ്ടി പള്ളി 1 രൂപ പോലും ചെലവാക്കുന്നതല്ല. പള്ളിക്കിനി ഇങ്ങനെ ഒരു ബാൻഡില്ല. ബാൻഡ് വിലക്കാനല്ലേ പള്ളിക്ക് പറ്റൂ? മത്സരത്തിൽ നിന്ന് വിലക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടുമോ ബാൻഡ് ഏറ്റെടുക്കാതെ ഒരാളെ ഈ കരയെന്ന് തന്നെ? ഓ പിന്നെ വരട്ടെ പാപ്പ, നമുക്ക് മത്സരത്തിന് കാണാം. പിന്നെ കൊച്ചു കപ്പിയാർക്ക് പണത്തരം കാണിക്കാൻ കൂട്ടുകാർക്കറിയാവോ? ഈ കൊച്ചച്ഛനാ. കളഞ്ഞിട്ട് വാ. അറിയാമേ ഇതിലും വരെ നീ എന്നെ കൊല്ലുന്നതായിരുന്നു. അച്ചോ, ഇതെവിടെ വെക്കണ്ടേ? അല്ല, ഈ കുന്തവും കിരീടവും. ഫാദർ വിൻസെന്റ് ബട്ടോളി ആ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്ക്. പിന്നെ ആ കാൽസരായും കൂളിംഗ് ഗ്ലാസും കുപ്പായും ഒന്നും എടുക്കാൻ മറക്കണ്ട. ഇനിയിപ്പോ ലോഹ ഇടേണ്ടി വരില്ല. നാളെ കാലത്ത് പെട്ടെന്ന് അറിയിപ്പ് വന്നാൽ പിന്നെ അതിനുവേണ്ടി സമയം കളയണ്ട. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല അച്ചോ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒന്ന് നിന്നേച്ചോ. അല്ല, പള്ളി പൊളിക്കുന്ന കാര്യത്തില് വിൻസെന്റ് അച്ഛനെതിരാണെന്ന് വല്യച്ഛനൊരു തോന്നലുണ്ട്. ഈ ദേഷ്യമൊക്കെ അതിന്റെയാ. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ട കപ്പിയാരെ?
അയ്യോ അച്ഛൻ ഒന്നിനും ഒരു തടസ്സമാവാതിരുന്നാ മതി. പള്ളി പൊളിക്കാനോ പള്ളി ബാൻഡ് നിർത്താനോ അതോ സ്നേഹിക്കുന്ന രണ്ടുപേരും ഒന്നാവാതിരിക്കാനോ, ഇതിലേതിനാണ് ഞാൻ തടസ്സമാവാതിരിക്കേണ്ടത്? അല്ല, അതിപ്പോ ഞാൻ അച്ഛനോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ കുർബാന കൂടുന്ന പെണ്ണിനെയും പള്ളിയിലെ കൊച്ചുകപ്പ്യാരെയും കൂടി ഒളിച്ചോടാൻ സഹായിച്ച അച്ഛനെ നാട്ടുകാർ വെച്ചോണ്ടിരിക്കുവോ? കപ്പിയാരെ, ഇത്രയും കഷ്ടപ്പെട്ട് കുമരങ്കിരി ഇടവക തന്നെ ഇരുന്നോളാന്ന് ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. പെട്ടിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചോളാം. അരമനയെന്ന് വിളിക്കുമ്പോ എന്നെ അറിയിച്ചാൽ മതി. എന്നാ പിന്നെ അങ്ങനെ ആട്ടച്ചു. പാപ്പൻ എന്ത് ധൈര്യത്തില എന്റെ ശോഷണയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് മത്സരത്തിന് വാതുവെച്ചത്? എടാ ചെറുക്ക, പാപ്പൻ അങ്ങനെ കയറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അക്കരക്കാരും ഇക്കരക്കാരും കൂടി കൂടി നിന്നെ തല്ലി കൊന്നേനെ. നമ്മുടെ ബാൻഡ് തവണ തട്ടേ കയറുന്നത് നിനക്ക് വിശ്വാസമില്ലേ സോളമ? എങ്ങനെ പറ്റും പാപ്പ? ഇത്രയും കാലം മുഴുവൻ നിങ്ങൾ എല്ലാരും കൂടെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? കെട്ടുറപ്പിച്ചിട്ടും എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് പെണ്ണാ ശോഷന്. അവളോട് ഞാൻ എന്ത് സമാധാനം പറയും? എല്ലാരും കൂടി എന്നെ ജീവിതം നശിപ്പിച്ചില്ലേ? അല്ല പാപ്പ, പാപ്പൻ എന്ന ധൈര്യത്തിലാണ് ഇവനെ മുന്നിൽ നിർത്തി വായിച്ച് കപ്പോടിക്കാന്ന് പറഞ്ഞത്. തോമ മിണ്ടാതിരിക്കെ. ഞങ്ങളിങ്ങനെ കുറച്ചു പേര് കൊല്ലങ്ങളായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന കാര്യം പാപ്പനങ്ങ് മറന്നു. അല്ല, പാപ്പൻ അങ്ങനെ പറയാനും മാത്രം ഇവൻ എന്ന വായിച്ച് തെളിയിച്ചിട്ടുള്ളത്. ഇത്തവണ തോറ്റ ബാധ്യത നിർത്തുമെന്ന് പറയാൻ പാപ്പനാരാ? ഈ ഒന്നിനും കൊള്ളാത്തവന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് നിർത്തണം. ഇത് ഇച്ചിരി കടന്ന കൈയായി പോയി പാപ്പ. ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു കിടന്ന സംഗീതം നിനക്ക് ആരെയും കേൾപ്പിക്കണ്ടേ? നിന്റെ പെണ്ണിനെ നിനക്ക് വേണ്ടേ? എന്റെ സ്തപ്പാന്റെ മോനെ നീ പറയടാ, നമ്മള് ജയിക്കില്ലടാ മോനെ. പറയടാ, നമ്മള് ജയിക്കില്ലേ? തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ ബാൻഡിൽ വായിക്കാൻ ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല. ബാൻഡ് മാസ്റ്ററുടെ തീരുമാനം അതാണെങ്കിൽ സോളമൻ വായിക്കും മുന്നിൽ നിന്ന്. നമ്മൾ കപ്പടിക്കുകയും ചെയ്യും. ചാലിയാ പറയുന്നത്. സോളമൻ മുന്നിൽ നിന്ന് വായിക്കുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ ചാലിപ്പാപ്പിന് ഇത് എന്തിന്റെ കടി? കുറച്ച് നാളായി നിനക്ക് ഞാൻ ഇത് ഓങ്ങി വെച്ചിട്ട് നീ ഒരുത്തരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് ഇവിടെ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? മേലാൽ നിന്നെ ഈ ബാൻഡ് പരിസരത്ത് കണ്ടുപോരുത്. പോടാ പോടാ പറ്റി. ആരാ ഈ പാതിരാക്കി ഇങ്ങോട്ട്? ഇനി മുതൽ ഗീവർഗീസ് ബാൻഡ് നടത്തുന്നതേ പള്ളിയല്ല, ഈ ചാച്ചപ്പന. അതിന് നീ എത്ര കാശ് പൊട്ടിക്കേണ്ടി വന്നാണ് ചാച്ചപ്പൻ പുളിങ്കുരു പോലെ പൊട്ടിക്കും. വെറുതെ അല്ല, എന്നോടേ ഗീവർഗീസ് പുണ്യാളം പറഞ്ഞിട്ടാ.